എല്ലാം കൂടും, ഗ്യാസും കൂടും, പാല് കൂടും, സകലതെല്ലാം കൂടും. നമ്മളെപ്പോലുള്ളവർ ജീവിക്കാൻ പാടാ. ഉള്ളവരും ശരി, ഇല്ലാത്തവരും ശരി. ഇടത്തരക്കാരാണ് കഷ്ടപ്പെട്ട് തീരുകയും. എന്തായാലും ഇന്ധനം ഇന്ത്യയിൽ കിട്ടുന്നതല്ല, പുറത്തുനിന്ന് വരുന്നതല്ലേ. ആവശ്യമില്ലാണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങണതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുക. എന്നാൽ ഈ 3 രൂപ കൂടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ അത് നന്നായിട്ട് കൂടി. അപ്പം നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ പറയുക, നമ്മൾ സാധാരണക്കാർ ഒന്നും അല്ലാതെ ആവും ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഡീസലിനും പെട്രോളിനും വില കൂടുന്നതേ ബുദ്ധിമുട്ടാണ്. ഇന്നലെ വണ്ടിക്കാർ വന്നിട്ട് പെട്രോൾ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പമ്പുകളിൽ കിട്ടാൻ വഴിയില്ല, അവരുടെ ബുദ്ധിമുട്ടുണ്ട്. ഇനിയും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും വിലയും കൂടും, ജനങ്ങൾക്കും ബുദ്ധിമുട്ട്. അതേപോലെ ഓട്ടോക്കാർ 2 രൂപ കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും. നമുക്ക് വളരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇനി പറയാനില്ല. ഇനി എത്ര കൂട്ടുമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാം റിസൾട്ടും എല്ലാം വന്നു കഴിഞ്ഞു. ഇനിയും കൂട്ടാതിരിക്കട്ടെ എന്നാണ് ഒരു അഭിപ്രായം. ഇനി ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പറ്റുന്നില്ല. ഇനിയും കൂട്ടിയാൽ നമ്മളെന്ത് ചെയ്യും? വളരെ ബുദ്ധിമുട്ടാവും. കേന്ദ്ര ഗവൺമെൻറ് കൂട്ടുമല്ലോ, അവർക്ക് അതുതന്നെയല്ലേ ഇപ്പോൾ പരിപാടി. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ്. ചെണ്ട കലാകാരനാണ്. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. കാരണം നമുക്ക് മുതലാവുന്നില്ല, വണ്ടി ഓടി മുതലാവുന്നില്ല. എത്ര മൈലേജുള്ള വണ്ടി എടുത്താലും മുതലാവില്ല. അത് ഭയങ്കര കഷ്ടമാണ്. അല്ല, കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും വില കൂട്ടിയിട്ടുണ്ട്. അത് അവരിപ്പോൾ കാരണം പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് അവർ കാരണം പറയുന്നത്. പക്ഷേ അതൊന്നും അല്ലാതെ അതിന് മുമ്പും ഇവർ പല കാരണങ്ങൾ പറഞ്ഞിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് ജനങ്ങളെ വയറ്റടിക്കുന്ന ഒരു നിലപാടാണത്. ഇന്നിപ്പോൾ വീണ്ടും 3 രൂപ 27 പൈസയാണ് കൂട്ടി. സാധാരണക്കാരന് ജീവിക്കാൻ കഴിയില്ല, ആ നിലയ്ക്കല്ലേ പോണത്. എന്ത് ചെയ്യാൻ പറ്റുന്നു? ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ അവിടുത്തെ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് സാധാരണക്കാർ ഓട്ടോറിക്ഷ കൊടുത്തിട്ട് ജീവിക്കുന്നവർ ഇനി വീണ്ടും ബുദ്ധിമുട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ കയ്യിലൊന്നും 5 പൈസ കൂടുതൽ വാങ്ങാനും പറ്റില്ല. അതേതായാലും ഈ 5 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 100 കോടി നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യമേ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയാക്കിയില്ലോ. സന്തോഷമായില്ല അവർക്ക്. ഈ കോവിഡ് പോലെ ആൾക്കാർ പുറത്തിറങ്ങുന്നതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോഴും ഈ വില കൂട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അല്ലേ? എന്നാൽ ഈ 3 രൂപ കൂടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ അത് നന്നായിട്ട് കൂടി. അപ്പം നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ പറയുക, നമ്മൾ സാധാരണക്കാർ ഒന്നും അല്ലാതെ ആവും ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ. ഭരണം മാറുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ വണ്ടി കൂടുക? ഇതിൽ 5000 രൂപ വേണം ഒരു ദിവസം. കിട്ടുന്നത് ഒന്നും കഴിയുന്നേ ഇല്ല. അത് ബുദ്ധിമുട്ട് തന്നെയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചാർജ് കൂടുമല്ലോ, ചാർജ് കൂട്ടാണ്ട് വഴിയില്ലല്ലോ ഡീസൽ കൂട്ടിയാൽ. അപ്പോൾ ഇനി KSRTC ആൾക്കാർക്ക് വനിതകൾക്ക് സൗജന്യം, വനിതകൾക്ക് സമരം തന്നെ. അപ്പോൾ സമരം തന്നെ. അപ്പോൾ ഈ വിലയും കൂടി കൂട്ടുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോവില്ലോ? മുന്നോട്ട് വണ്ടി സൈഡാവും. വേറെ വഴിയില്ല. ഞങ്ങൾക്കും തൊഴിലില്ലാണ്ടാവും. മുതലാളിമാർ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് തൊഴിലില്ല, വേറെ വഴിയില്ല. അതന്നെ ബുദ്ധിമുട്ടാണ്. അതായത് ഡീസൽ പെട്രോൾ വില കൂടി വെച്ച് ഇപ്പോൾ ജനങ്ങളെ പൊതുവെ യാത്ര ചെയ്യുന്നില്ല, ചുരുക്കമാണ്. ഡീസൽ പെട്രോൾ വില കൂടി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ചാർജ് വർദ്ധിപ്പിക്കുക, വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. അപ്പോൾ ബാലൻസ് കുറവുള്ള വണ്ടികൾ നിർത്തേണ്ടി വരും. വണ്ടികളുടെ സർവീസ് നിർത്തേണ്ടി വരും. അതാ സംഭവിക്കുന്നത്. ഒരുപാട് പേരെ ജോലി പോകല്ലേ? തീർച്ചയായിട്ടും പോകുമല്ലോ. വണ്ടി നിന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഇതിൽ 4 ആളുണ്ട്. 4 ആളുടെ ജോലി നഷ്ടപ്പെടണ്ടേ? വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 ആൾ ഓടണം, ഒരാളെ ഓടുള്ളൂ. അത്രയും ഇല്ല. മുതലാളിമാർക്ക് വില കൊടുക്കണം. വൈകുന്നേരം ഞങ്ങൾ ശമ്പളം കൊടുക്കണം. വൈകുന്നേരം മുതലാളിമാർ കുറവും. കർഷകർ മുതലാളിമാർ അവരധികമാവും. ഞങ്ങളിപ്പോൾ മുതലാളിമാർ ഭയങ്കര ക്ഷീണത്തിൽ ഇത്രേ പറയാനുള്ളൂ. പെട്രോളിൻ്റെ വില കൂട്ടിയ സ്ഥിതിക്ക് ടിക്കറ്റിന് വിലയും കൂട്ടേണ്ടി വരും. അപ്പോൾ ആളുകൾ തീരും കയറാണ്ടാവുന്നതാണ്. ഇപ്പോഴും ഒന്നുമില്ല. ഇനി ഇതും കൂടി ആയി വന്നിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വണ്ടിയിൽ ആളില്ല, അല്ലേ? 4-3 ആളും കൂടെ പോണേ. ഒന്നും മുതലാളിമാർക്ക് അറിയില്ല. വൈകുന്നേരം കർഷകർ നമ്മൾ ചേർത്ത് അറിയും. സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും KSRTC ഫ്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അങ്ങോട്ട് പോയ വാഹനത്തിൽ ആരും ഇല്ലാണ്ടാവും. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. അല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോകും. ബുദ്ധിമുട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ആളുകൊണ്ട് ഒരാളെ ഓടണു, അത്രയൊക്കെ ഉള്ളൂ. അത് 2 കൂടി ഓരോ 800 കിട്ടും. അരി ഒന്നും ഉണ്ടാവില്ല. എല്ലാം കൂടും, ഗ്യാസും കൂടും, പാല് കൂടും, സകലതെല്ലാം കൂടും. നമ്മളെപ്പോലുള്ളവർ ജീവിക്കാൻ പാടാ. ഉള്ളവരും ശരി, ഇല്ലാത്തവരും ശരി. ഇടത്തരക്കാരാണ് കഷ്ടപ്പെട്ട് തീരുകയും. ഇപ്പോഴും കണ്ടില്ലേ? നിങ്ങൾ ഒരു ജോലി നോക്കണമെന്നറിയില്ലേ? അറിയില്ലേ? ബുദ്ധിമുട്ടാവും. ഇനി അനാവശ്യമായിട്ടുള്ള വണ്ടി എടുത്ത് കറങ്ങണമെന്ന് ഒഴിവാക്കുക ആൾക്കാർ. എന്തായാലും ഇന്ധനം ഇന്ത്യയിൽ കിട്ടുന്നതല്ല, പുറത്തുനിന്ന് വരുന്നതല്ലേ.
ആവശ്യമില്ലാണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങണതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുക. ചാർജ് കൂടിയത് എന്തായാലും കുറയും തോന്നുന്നു. യുദ്ധത്തിൻ്റെ ഇത് കാരണമായിട്ട് കൂടിയിരിക്കുകയാണ്, അതിന് കുറയും. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയുക, നമ്മുടെ അവിടെ നിന്ന് കിട്ടുന്ന സാധനമല്ല അത്, ഇന്ത്യയിൽ കിട്ടുന്നതല്ലല്ലോ. കൂടിയതിന് ഒന്നും പറയാൻ കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ കേരള. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രതിനിധി നിലയ്ക്ക് എല്ലാ ഭാഗത്തും അതിൻ്റെതായ പ്രതിനിധി ഉണ്ടാവും. എല്ലാത്തിനും വില കൂടും. തന്നെയല്ല, ഇപ്പോൾ തന്നെ വളരെ ദുസ്സഹമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഇനി കുറച്ചുകൂടി വില കൂടുക പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് വരുന്നതാണ് പിന്നെ പൊതുവായിട്ടുള്ള അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മീഡിയം ഇതിൽ ജീവിക്കുന്നവർ, ഒരു മധ്യവർത്തിയായി ജീവിക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരും. കാരണം മറ്റവർക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ പിന്നെ അവരുടെ ഇത് കൂട്ടാം. പക്ഷേ മീഡിയം ആയിട്ട് ജീവിക്കുന്നവർക്ക് ഫിക്സഡ് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് വരുമാനം കഴിക്കുന്നവർ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരും. കാരണം അവരിത് ഒത്തുപോകാൻ ബുദ്ധിമുട്ടായി വരും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഇതിന് പൊതുവിന് വല്ലാതെ, പ്രത്യേകിച്ച് കേരളത്തിൽ വല്ലാതാവും. ഒരു പ്രതീക്ഷ, കാരണം പശ്ചിമേഷ്യയിലുള്ള യുദ്ധം കേരളത്തെ ബാധിക്കും. കാരണം കേരളത്തിലെ മിക്ക ആൾക്കാരും ദുബായ് പോലുള്ള മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണല്ലോ. അപ്പോൾ അതിനുശേഷം സാധനം കിട്ടാതെ വന്നൊരു ലഭ്യത, പെട്രോൾ ഷോർട്ട്, എന്തോ നമ്മുടെ ഉള്ള സർപ്ലസ് കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യാൻ ഇപ്പോൾ വരുന്നതുകൊണ്ട് ഈ വില കൂടുന്നു, അല്ലെങ്കിൽ വാർപ്പ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് വില കൂടുന്നതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന പെട്രോൾ കുറഞ്ഞതും ഇവിടെ കിട്ടുന്നതിൻ്റെ ഉപയോഗം കൂടുതലും. കാരണം സമ്മർ ആകുന്നു, ഡീസലായിട്ട് മറ്റ് പല ഉപയോഗങ്ങളും വെള്ളത്തിന് പമ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൺസ്യൂമർ നീഡ് കൂടുതലാണ്. അതേസമയം കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും ബൈ ട്രാവൽ ചെയ്ത് വേണം ലഗേജ് വരാൻ. അപ്പോൾ ആ വരുന്ന സാധനങ്ങൾക്കുള്ള അതിൻ്റെ ചാർജും എല്ലാം ഈ പ്രോഡക്റ്റിൽ കൂടുന്നതുകൊണ്ട് നമ്മൾ ജനജീവിതം ബാധിക്കും. പിന്നെ ഫാമിലി ബഡ്ജറ്റ്, ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസിൻ്റെ ഫാമിലി ബഡ്ജറ്റ് ഡിസ്റ്റർബ് ആകും. ഈ ഒരു സാധനത്തിൽ മാത്രം കൂടി, പെട്രോളിന് മാത്രം കൂടുന്നതുകൊണ്ട് ദ ഹോൾ നമ്മുടെ ആവശ്യമുള്ള നീഡി സാധനങ്ങൾ വില കൂടുകയാണ്. അത് ദുസ്സഹമായി ബാധിക്കുന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉള്ളത് വാടക കൂട്ടി വാങ്ങാൻ പറ്റില്ലല്ലോ. കൂട്ടി വാങ്ങിയാൽ പരാതി പോകും. അപ്പോൾ അത് കാരണം ഉള്ളത് ഇതിപ്പോൾ പെട്ടെന്നല്ല 4 രൂപയൊക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. പെട്രോളും ഡീസലും വില കൂട്ടിയ സ്വാഭാവികമായിട്ടും മറ്റെല്ലാ വസ്തുക്കളിലും വില കൂടും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് തെറ്റും. ഇപ്പോൾ എല്ലാ സാധനത്തിനൊക്കെ വില കൂടി, ഗ്യാസ് കിട്ടാത്ത കാരണം സാധനത്തിന് എല്ലാ വിലയും കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ചായക്ക് 10 രൂപ വിറ്റ് ചായക്ക് ഇപ്പോൾ 15 രൂപ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡീസൽ വില കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്പോർട്ട് വാടക കൂടും. ഏത് അന്യ സംസ്ഥാനത്ത് സാധനങ്ങൾ വരുന്നത്, സാധനങ്ങൾ വില കൂടും. അപ്പോൾ കൂടുമ്പോൾ എന്താവും, ഇവിടെ സാധാരണവർക്ക് ജീവിക്കാൻ കുറച്ചിപ്പോൾ ബുദ്ധിമുട്ടാവും. ചെറുതായിട്ട് നല്ല വലിഞ്ഞ് മുറുക്കേണ്ട അവസ്ഥ, നല്ല മുറുക്കേണ്ടി വരും. ഒന്നാം തരം മുറുക്കായിരിക്കും.